ഹായ് എവരി വൺ, വെൽക്കം ടു ഇസ്ലാസ് ഓൺലൈൻ ക്ലാസ്. അപ്പോൾ നമ്മളിന്ന് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് നമ്മളെ ചാപ്റ്റർ. നമ്മൾ എടുക്കാൻ പോകുന്നൊരു ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബികോമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്യും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങളെ പേപ്പേഴ്സിൽ, ഡിഗ്രി പേപ്പേഴ്സിൽ ഏറ്റവും ഈസിയസ്റ്റും ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കൂടുതൽ വർത്തമാനമില്ല, നേരെ സിലബസിലേക്ക് കിടക്കാം. അപ്പം ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ തരാം, എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ചാപ്റ്റേഴ്സ്, നമുക്ക് കിടക്കാം. ഫസ്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക്, ഞാൻ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഞാൻ എടുക്കുക. അപ്പോൾ ആ ഒരു ഓർഡറിലാണ് ഞാനിപ്പോൾ പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് ലീവറേജ് ആണ് എടുക്കാനുള്ളത്. ലീവറേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചാപ്റ്ററാണ്. ഈസി ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിൽ തന്നെ ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് ലീവറേജ് എന്നുള്ളത്. ഒരുപാട് എല്ലാ എക്സാംസിനും ക്വസ്റ്റ്യൻസ് വരുന്നൊരു ചാപ്റ്ററാണ് ലീവറേജ്. രണ്ടാമത്തെ ചാപ്റ്റർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടെന്ന് പറയണം. ഡിബഞ്ചേഴ്സ് ഉണ്ട്, ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് കോസ്റ്റ് ക്യാപിറ്റൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിൽ തന്നെ ഓരോന്നിനും ഓരോ ഇക്വേഷൻസ് ഉണ്ട്. ഇക്വിറ്റീൻ്റെ കോസ്റ്റിൻ്റെ ഇക്വേഷൻ, കോസ്റ്റ് ഓഫ് ഡിബഞ്ചറിന് ഒരു ഇക്വേഷൻ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയറിന് ഒരു ഇക്വേഷൻ, അങ്ങനെ ഓരോന്നിനും ഓരോ ഇക്വേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കും. മൂന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു എഫ് എം. അതായത് ഇൻട്രൊഡക്ഷൻ ടു എഫ് എം ആണ് നിങ്ങളെ സിലബസിലെ ഫസ്റ്റ് ചാപ്റ്റർ എങ്കിലും നമ്മൾ ഇതിൽ വരുന്നത് മൂന്നാമത്തെ ടോപ്പിക്കായിട്ടായിരിക്കും ഇൻട്രൊഡക്ഷൻ ടു എഫ് എം. കാരണം ആദ്യം ഒരു ഐഡിയ കിട്ടണം നിങ്ങൾക്ക്, എഫ് എം എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടണമെങ്കിൽ ലീവറേജും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ടു എഫ് എമ്മിലെ ടോപ്പിക്സ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഐഡിയ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഒന്നുമില്ല, ബേസിക്സ് കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇൻട്രൊഡക്ഷൻ ടു എഫ് എം എന്ന് വരിക. എന്തൊക്കെയാണ് സോഴ്സസ്, എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്, എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്, എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ളത്. ഫോർത്ത് ചാപ്റ്റർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഫിനാൻഷ്യലി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, എവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്, എത്ര ഇൻവെസ്റ്റ് ചെയ്ത് എത്ര പ്രോഫിറ്റുകൾ ഉണ്ടാവും എന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. പിന്നെ ഫിഫ്ത്ത് ചാപ്റ്റർ വരുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ തന്നെ കുറച്ച് തിയറി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി. അതായത് കുറച്ച് ആൾക്കാർ മോഡിഗ്ലാനി മില്ലർ, ഗോർഡൺസ് മോഡൽ, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ഒരു തിയറിയും അവരുടെ റിസർച്ചും അവരുടെ കാര്യങ്ങളും അവരുടെ അസംഷൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു ചാപ്റ്ററാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി. പിന്നെ സിക്സ്ത് ചാപ്റ്റർ വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡേ ടു ഡേ എക്സ്പെൻസസ് ആൻഡ് ഡേ ടു ഡേ നീഡ്സ്, ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസും കാര്യങ്ങളാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ്, അതിൻ്റെ കുറച്ച് തിയറീസ്, അതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഉള്ളത്. പിന്നെ ഡിവിഡൻഡ് ഡിസിഷൻസ് ആണ്. ഒരു കമ്പനി ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഡിവിഡൻഡ് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് തിയറി ഉണ്ട്, കുറച്ച് ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ അസംഷൻസ്, ഇതൊക്കെയാണ് ഡിവിഡൻഡ് ഡിസിഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചാപ്റ്റേഴ്സ്. ഇത്ര 7 ചാപ്റ്റർ ഉണ്ട് നിങ്ങൾ എഫ് എം സിലബസിൽ. അപ്പോൾ ഈ ഒരു ഓർഡറിലായിരിക്കും ഞാൻ പോവുക. ലീവറേജ് ഫസ്റ്റ് ചാപ്റ്റർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ഡിവിഡൻഡ് ഡിസിഷൻസ്. ഈ 7 ചാപ്റ്ററും പക്കായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിച്ച് ഈ ഒരു ക്ലാസ്സിൽ ചെയ്യുന്ന ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും പ്രോബ്ലംസ് റിപ്പീറ്റേറ്റീവായിട്ട് ചെയ്യുകയും ചെയ്താൽ തന്നെ ഒരുവിധം നല്ലൊരു 80% മുകളിൽ മാർക്ക് എന്തായാലും വാങ്ങാൻ പറ്റും. അത്രയും ഡെപ്തിൽ തിയറി കുറച്ചുകൂടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 100% മാർക്കും വാങ്ങാൻ പറ്റും. കാരണം തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബുക്കിൽ നോക്കിയിട്ട് തന്നെ പഠിക്കണം. അതിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞത് ഏതൊക്കെ പഠിക്കണം എന്നുള്ളത്. പക്ഷേ അത് നിങ്ങൾ അതേ ലാംഗ്വേജിൽ പഠിക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ആദ്യം നിങ്ങൾക്ക് പഠിക്കണം. എന്താണ് കോസ്റ്റ് ഷീറ്റ്, അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് കംപ്ലീറ്റ് പോകുന്നത്. എഫ് എമ്മിൽ ചാപ്റ്ററിൽ തന്നെ, എഫ് എമ്മിലെ എല്ലാ ചാപ്റ്ററും, ഒരുവിധം എല്ലാ ചാപ്റ്ററും ഈ ഒരു കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇക്വേഷൻസ് പഠിക്കാനും ഇക്വേഷൻസ് ഈസി ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കണമെങ്കിൽ കോസ്റ്റ് ഷീറ്റ് എന്താണെന്നും കോസ്റ്റ് ഷീറ്റിൻ്റെ ആ ഫോർമാറ്റും പഠിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു PDF ഉണ്ട് കോസ്റ്റ് ഷീറ്റിൻ്റെ, അതിലേക്ക് ശ്രദ്ധിക്കണം. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് പേജിൽ കോസ്റ്റ് ഷീറ്റ് എന്നുള്ളൊരു പേജ് കാണാം, കോസ്റ്റ് ഷീറ്റ്. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? നോക്കാം. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോർമാറ്റാണ്. ഓരോ
മെത്തേഡ് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻസിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള ട്രാൻസാക്ഷനിൽ ഒരുവിധം എല്ലാ ഏരിയാസും കവർ ചെയ്യുന്നൊരു സംഭവമാണ് കോസ്റ്റ് ഷീറ്റ്. ഇത് നിങ്ങൾക്ക് എന്താ പറയുക ഓരോ സിലബസിലുള്ളതല്ല, പക്ഷേ ഇത് പഠിച്ചാലേ സിലബസിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഈ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കണം. ഒന്നുമില്ല, ഇത് നമ്മൾ ജനറൽ ബിസിനസ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, ജനറൽ ബിസിനസ് നടക്കുന്ന കാര്യങ്ങളാണ്. അതിനൊന്നും ഒരു അറേഞ്ച് ചെയ്ത് കറക്റ്റ് ഓർഡറിലാക്കിയെന്നേ ഉള്ളൂ. ഫസ്റ്റ് സെയിൽസ്. സെയിൽസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്താണ് സെയിൽസ്? നമ്മൾ ഒരു ബിസിനസ്സിൽ സെയിൽസ് നടത്തുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അല്ലെ അതിൽ നിന്ന് എത്രയാണോ ഇൻഫ്ലോ വരുന്നത്, ടോട്ടൽ ടേൺ ഓവർ, അതാണ് സെയിൽസ്. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് നടത്തുകയാണ്. നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ അതിൻ്റെ സെയിൽ ചെയ്ത് നമ്മൾ ഇന്നൊരു ഹോട്ടൽ ബിസിനസ് നടത്തി ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് റിസീപ്റ്റ്സ്, അതാണ് നമ്മളെ സെയിൽസ്. ടേൺ ഓവർ രാത്രിയേക്കും നമുക്കറിയാം ഇന്നത്തെ ടേൺ ഓവർ എത്ര ഉണ്ടെന്ന്. ആ എമൗണ്ടാണ് ഫസ്റ്റ്. ലെസ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം രണ്ട് ടൈപ്പ് ഓഫ് കോസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. ആ വേർഡിൽ തന്നെ ഉണ്ട് വേരിയബിൾ, വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഫിക്സഡ് കോസ്റ്റ് ആണ് ഫിക്സഡ് ആയിരിക്കും. എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ക്ലാസ് റൂം നടത്തുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി എക്സ്പെൻസസ് ഉണ്ടാവും, കറണ്ട് ഉണ്ടാവും, പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവുക, പിന്നെ ബുക്ക് സപ്ലൈ ചെയ്യണം. നമ്മൾ അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ഇറക്കുകയാണെങ്കിൽ ആ ഓരോ കുട്ടികൾക്കനുസരിച്ച് ഓരോ ബുക്ക് ഇഷ്യൂ ചെയ്യണം. പിന്നെ അതുപോലെ വേറെ എന്തൊക്കെ എക്സ്പെൻസ് ആണ്, ബെഞ്ച്, ഡെസ്ക്, ഒരു ക്ലാസ് റൂം, ഫാന്, AC, അങ്ങനെ കുറച്ച് എക്സ്പെൻസസുകളുണ്ട്. അപ്പോൾ വേരിയബിൾ എക്സ്പെൻസും വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കണം. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് മാറില്ല. കാരണം നിങ്ങളിപ്പം ഒരു ക്ലാസ്സിൽ ഒരു 50 കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. 5 കുട്ടികൾ ഇരുന്നാലും 10 കുട്ടികൾ ഇരുന്നാലും 20 കുട്ടികൾ ഇരുന്നാലും ഒരൊറ്റ ട്യൂബോ ലൈറ്റോ നമ്മൾ ഇടുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു റൂമിലുള്ള ലൈറ്റേ ആവശ്യമുള്ളൂ. അപ്പം അതാണ് ഫിക്സഡ് കോസ്റ്റ്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. കുട്ടികളുടെ എണ്ണം കൂടിയാലും ഇലക്ട്രിസിറ്റി കോസ്റ്റ് കൂടാനോ കുറയാനോ പോകുന്നില്ല. ഇലക്ട്രിസിറ്റി കോസ്റ്റ് എന്താണോ വരുന്നത് ആ ഒരു ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫാനിൻ്റെ എക്സ്പെൻസ് മാത്രമേ നമുക്ക് കോസ്റ്റ് ആയിട്ട് വരുള്ളൂ. അതാണ് ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇതിലൊക്കെ ഉണ്ടാകുന്ന എക്സ്പെൻസസ് കൂടും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബുക്ക്, ഓരോ കുട്ടിക്ക് ഓരോ ബുക്ക് കൊടുക്കുകയാണ്. അപ്പോൾ 10 കുട്ടികളുണ്ടെങ്കിൽ 10 ബുക്ക് കൊടുക്കണം, 20 കുട്ടികളുണ്ടെങ്കിൽ 20 ബുക്ക് കൊടുക്കണം. ഒരു ബുക്കിന് 100 രൂപയാണെങ്കിൽ 10 കുട്ടികൾക്ക് 10 ബുക്ക് കൊടുക്കുമ്പോൾ എത്രയായി? 1000 രൂപയായി. ഒരു 10 കുട്ടികളാണെങ്കിൽ. ഈ 20 കുട്ടികളാണെങ്കിൽ 2000 രൂപയായി. അപ്പോൾ കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കുണ്ടാകുന്ന കോസ്റ്റും കൂടും. നേരത്തെ പറഞ്ഞത് നമ്പർ ഓഫ് യൂണിറ്റ്സിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്, അതാണ് ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്കുണ്ടാകുന്ന കോസ്റ്റും കൂടും, ഇസ്ലക്ക് ഉണ്ടാകുന്ന കോസ്റ്റും കൂടും. ഓക്കെ, അതാണ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ സെയിൽസിൽ നിന്ന് ആദ്യം വേരിയബിൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം. അതാണ് ഇവിടെ ലെസ് വേരിയബിൾ കോസ്റ്റ് എന്ന് എഴുതിയത്. സൈഡിൽ അതിൻ്റെ വാല്യൂസ് ആണ് XX എന്ന് ഇട്ടത്, മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ സെയിൽസിൻ്റെ വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വേർഡ് നിങ്ങളെ ലീവറേജ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് വേണ്ട എല്ലാ ചാപ്റ്ററിലും കോൺട്രിബ്യൂഷൻ എന്നുള്ള വേർഡ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഇപ്പോഴേ മനസ്സിലാക്കുക. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. നമുക്ക് കിട്ടിയ ടോട്ടൽ ടേൺ ഓവറിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുന്നതിനാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോൺട്രിബ്യൂഷനിൽ നിന്നാണ് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുന്നത്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വാല്യൂ മാത്രമാണ്. നമുക്ക് അതിൽ വേറെ എക്സ്ട്രാ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനമല്ല. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നൊരു സംഭവമാണ് കോൺട്രിബ്യൂഷൻ. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഡയറക്റ്റ് കോൺട്രിബ്യൂഷനും സെയിൽസും തരും, വേരിയബിൾ കോസ്റ്റ് തരില്ല. അപ്പോൾ എങ്ങനെ നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യണം? സെയിൽസിൽ നിന്ന് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്താലേ കോൺട്രിബ്യൂഷൻ കിട്ടുള്ളൂ. ക്വസ്റ്റ്യനിൽ പറയും സെയിൽസ് 10, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടില്ല, ബ്ലാങ്ക്, കോൺട്രിബ്യൂഷൻ 4. അപ്പോൾ എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുക? സെയിൽസ് 10 മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു 10 മൈനസ് സെയിൽസ് 10 ആണെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ സെയിൽസ് നിങ്ങൾക്ക് 10 തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടില്ല, ഞാൻ തൽക്കാലം X ആക്കി എടുത്ത്. കോൺട്രിബ്യൂഷൻ 4 ആണ്. അപ്പോൾ X എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ഇങ്ങോട്ടേക്ക് എടുത്ത് X ഇങ്ങോട്ട് എടുത്താൽ പ്ലസ് 10 മൈനസ് 4 6 ആണ് എന്ത്? വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ അതവിടെ കഴിഞ്ഞു. അപ്പോൾ ആ ഫസ്റ്റ് 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സഡ് കോസ്റ്റ് ഈക്വൽസ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതിൻ്റെ ബ്രാക്കറ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട് EBIT. EBIT ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്കിനി അങ്ങോട്ടേക്ക് EBIT എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് ഞാൻ പറയില്ല. എല്ലാ ചാപ്റ്ററിലും ഒരുവിധം കവർ ചെയ്യുന്നുണ്ട് EBIT, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നത്തിങ് അതർ ദാൻ പ്രോഫിറ്റിനെ പറയുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് EBIT, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അറിയാലോ, എങ്ങനെ കിട്ടിയെന്നും അറിയാം, എന്താണെന്നും അറിയാം.
സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ്. അതാണ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓക്കെ, അതുവരെ ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് വരാം, എൻ്റെ തൊട്ട് താഴെ ലെസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. ലോൺ എടുത്താൽ അതിൻ്റെ മുകളിൽ കൊടുക്കുന്നതാണ് ഇൻട്രസ്റ്റ്. എല്ലാ ബിസിനസ്സിലും ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? ആലോചിച്ച് നോക്ക്. ഉണ്ടാവില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും ലോൺ എടുത്തിട്ടല്ല ബിസിനസ് ഉണ്ട്. ചില ആൾക്കാർ അവരുടെ സ്വന്തം ക്യാഷ് യൂസ് ചെയ്തിട്ടും ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പോൾ സ്വന്തം ക്യാഷ് യൂസ് ചെയ്തിട്ട് കൊണ്ട് നടക്കുന്ന ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ താഴത്തെ ലെസ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കഴിഞ്ഞിട്ടാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ലെസ് ഇൻട്രസ്റ്റ് EBITയിൽ നിന്ന് EBIT, അതിൻ്റെ ഫുൾ ഫോം ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് നമ്മൾ EBIT നിന്ന് ലെസ് ചെയ്യുമ്പം EBIT ഐ വെട്ടുക, ഐ ഒഴിവാവും. അപ്പം ഏർണിങ്സ് ബിഫോർ ടാക്സ് EBIT ലെസ് ഇൻട്രസ്റ്റ് EBT. കാരണം ഈ ഐ ആണ് ഇത്, ഐ അവിടെ നിന്ന് പോയാൽ EBT ബാക്കി ഉണ്ടാവുള്ളൂ. അതാണ് ഏർണിങ്സ് ബിഫോർ ടാക്സ് EBIT. നിങ്ങളെ PDF നോക്കിയാൽ കാണാം. EBITയിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ EBT. ഇനി അടുത്തത് ടാക്സ്. ടാക്സ് ഈ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ ടാക്സ് അടക്കേണ്ടി വരുള്ളൂ. അതുകൊണ്ടാണ് പിന്നീട് വരുന്നത് ടാക്സ് ആക്കിയത്. അപ്പോൾ EBTയിൽ നിന്ന് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ T പോയി, ഏർണിങ്സ് ബിഫോർ ടാക്സ് ആയിരുന്നു, അതിൽ നിന്ന് ടാക്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആയി മാറും. ഓക്കെ, അപ്പോൾ അതുവരെ ക്ലിയർ ആണല്ലോ. ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ടതാണ്. ഇത് വീണ്ടും പഠിച്ച് എഴുതി പഠിച്ച് കേട്ട് ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് പക്കായിട്ട് വരണം. എന്നാലേ നമുക്ക് ഒരുവിധം ഒരു 60% പ്രോബ്ലം പേപ്പേഴ്സിലെ 60% ക്വസ്റ്റ്യൻസും ഈ ഒരു ഫോർമാറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ എടുക്കുന്നതും ആദ്യം തന്നെ പക്ക ആക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ ബാക്കി എന്ത് പഠിച്ചില്ലെങ്കിലും ഇത് പക്ക ആക്കണം. കാരണം ചിലപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാവും. അപ്പം essay ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ EAT കഴിഞ്ഞാൽ ലെസ്, PDF നോക്കണേ. EAT കഴിഞ്ഞാൽ ലെസ് പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഡിവിഡൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. പ്രിഫറൻസ് ഡിവിഡൻഡ് എന്നാൽ പ്രിഫറൻസ് ഷെയർസിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഒരു ഡിവിഡൻഡ് ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ്. അതിന് ഷോർട്ട് ഫോമിൽ വേണമെങ്കിൽ PD എന്ന് എഴുതാം. അപ്പം EAT ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഈ ഏർണിങ്സ് ആർക്ക് കൊടുക്കാനുള്ളതാ? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ആക്ച്വലി 3 ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ. ഡിബഞ്ചേഴ്സിന് നമ്മൾ കൊടുക്കുന്ന അതാണ് ഇൻട്രസ്റ്റ്. നമ്മൾ അവരുടെ നിന്ന് കടം വാങ്ങുന്നത് പോലെയാണ് ഡിബഞ്ചേഴ്സിനെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് നമ്മൾ ബിസിനസ് നടത്തുന്ന ആളാണ്. നമ്മളെ ഡിബഞ്ചേഴ്സ് അവർക്ക് കൊടുത്തു, അതിന് പകരം അവർ ക്യാഷ് തന്നു. ഈ കൊണ്ടുവന്ന ക്യാഷിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം. അതാണ് നമ്മൾ നേരത്തെ EBITയിൽ നിന്ന് കുറച്ച് ഇൻട്രസ്റ്റ്. ഓക്കെ, പിന്നെ രണ്ടാമത് വരുന്നത് പ്രിഫറൻസ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസിന് പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അവർക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് അവർക്ക് പ്രിഫറൻസ് ഷെയർ എന്ന് വിളിക്കുന്നത്. ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് തന്നെ അതാണ്. പ്രിഫറൻസ് ഷെയറിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഫിക്സഡ് പെർസെൻറ്റേജ് കൊടുക്കണം. ഇക്വിറ്റി ഷെയറിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ഈക്വലായിട്ട് അവരെ ഷെയർ ഈക്വലായിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവർ എഗ്രി ചെയ്ത ഒരു റേഷ്യോയിൽ ഷെയർ ചെയ്യുക. ലോസ് ആണെങ്കിലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എടുക്കണം. മറ്റേ പ്രിഫറൻസ് ഷെയറിന് ലോസ് ആണെങ്കിൽ ഒന്നും കിട്ടൂല. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലോസ് ആണെങ്കിൽ അതും അവർ ഈക്വലായിട്ട് കൊണ്ടുവരണം. ബിസിനസ്സിലേക്ക് പിന്നെയും ക്യാഷ് കൊണ്ടുവരണം. എല്ലാ രീതിയിലേക്ക് കമ്പ്യൂട്ടേഷൻ പോകും. അപ്പോൾ EATയിൽ നിന്ന് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് കുറച്ച് കഴിഞ്ഞാൽ ഏർണിങ്സ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരേ ബാക്കിയുള്ളൂ? ഡിബഞ്ചേഴ്സിന് നമ്മൾ കൊടുത്തു, പ്രിഫറൻസ് ഷെയർസിന് നമ്മൾ കൊടുത്തു, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതുകൊണ്ടാണ് ലാസ്റ്റ് ഏർണിങ്സ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് EAS. അതിൽ നിന്ന് ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. ഇത്രയും നേരം നമ്മൾ ലെസ് ആണ് ചെയ്തത്. എത്ര ഷെയർ ഉണ്ടോ അത്രയും ഡിവൈഡ് ചെയ്യുക. ഇപ്പം ഏർണിങ്സ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് EAS ഈക്വൽ ടു 1000 ആണെങ്കിൽ ഷെയർസ് 1000 ഷെയർസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് എത്ര ഏർണിങ്സ് ഉണ്ടാവും? നമുക്ക് ടോട്ടൽ ഏർണിങ്സ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് 1000 ആണ് വാല്യൂ. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 1000 ആണ്. അപ്പോൾ 1000 ഡിവൈഡ് ബൈ 1000 1. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ 1. ഒരാൾക്ക് ഒരു ഷെയറിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് 1 റുപ്പിയാണ്. അതാണ് ലാസ്റ്റ് ഏർണിങ്സ് പെർ ഷെയർ EPS. അപ്പോൾ എല്ലാത്തിൻ്റെയും ഷോർട്ട് ഫോമും ഈ ഒരു ഫോർമാറ്റും പക്ക ആക്കി പോകണം. എങ്കിലേ നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിൽ യൂസ്ഫുൾ ആവുന്നല്ല, പഠിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അതൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കാം. കോസ്റ്റ് ഷീറ്റ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സഡ് കോസ്റ്റ് ഈക്വൽസ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ലെസ് ഇൻട്രസ്റ്റ് ഈക്വൽസ് EBT, അതായത് ഏർണിങ്സ് ബിഫോർ ടാക്സ് ലെസ്
tax equals EAT, earnings after tax, less preference dividend equals earnings available to shareholders, EAS, divided by number of shares equals earnings per share. അപ്പോൾ ഈ ഒരു കോസ്റ്റ് ഷീറ്റ് നിങ്ങൾ എപ്പോഴും ഈ ഒരു എല്ലാ FM-ലെ എല്ലാ ചാപ്റ്ററിനും ഈ ഒരു കോസ്റ്റ് ഷീറ്റ് മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പം ഇത്രയും ഉള്ളൂ നമ്മൾ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ. ഫസ്റ്റ് എടുത്തത് എന്തൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, എന്തൊക്കെ രീതിയിലായിരിക്കും എടുക്കുക, എന്തൊക്കെയാണ് അതിലെ കണ്ടൻസ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കോസ്റ്റ് ഷീറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? റൈറ്റ്.